ഗൈസ് നമ്മൾ എറണാകുളം ലുലു മാൾക്കാ പോകുന്നത് ഗൈസ്. അടുത്ത വിഷ്വൽസ് അവിടെ എത്തിയിട്ട് കാണാം. എനിക്ക് വേറെ കാണിച്ചു തോന്നുന്നു. പക്ഷെ ഞാൻ ഇതാണ് നോക്കിയത്. നമ്മളിപ്പോ ശരിക്കല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. നമ്മളിവിടെ ഒരു ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ വന്നിക്കാണ്. മസാല റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫുഡും ഐറ്റംസ് എല്ലാം വന്നിട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ലിഫ്റ്റിന്റെ ലോബിയിൽ അവിടെ തിരക്കാതുകൊണ്ട് ഈ സ്റ്റെയർസ് വഴി ഇറങ്ങാണ്. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എനിക്ക്. അപ്പൊ ഗൈസ് നമ്മളൊരു കടയിൽ കയറി. അപ്പൊ ഗൈസ് ഇവിടെ നെർഫിന്റെ ഗണ്ണൊക്കെ ഉണ്ട്. വെറൈറ്റി മാസ്കുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അടിപൊളി ഡൈകാസ്റ്റ് കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മിൽക്ക് ഡയറിന്റെ ഒക്കെ ഒരു കണ്ടെയ്നറാണ്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് കാണുമ്പോ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇതോപ്പാ സാധാരണ കാണാത്ത അങ്ങോട്ട് അടിപൊളി ചെരുപ്പുകളുണ്ട്. പക്ഷെ ഇതൊന്നിട്ട് എനിക്ക് ഇതൊന്നിട്ടിട്ട് ഇതെൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്. പക്ഷെ ഇത് ഇടാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവർ ഊരി കളയാൻ പറയും സ്കൂളിൽ. ഇവിടെ എല്ലാതരം റിമോട്ട് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല RC കാറും ഡ്രോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ ലവ് ഇന്ത്യ എന്ന് എഴുതിയ ടീഷർട്സും ഉണ്ട്. നിറയെ ഹോട്ട് വീൽസ് ഉണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നവർക്കും അതിന്റെ കുട്ടികൾക്കും ഒക്കെ അത് വാങ്ങാം. എല്ലാത്തരും ഒന്നും വെറുതെ വാങ്ങി പൈസ കളയണ്ട. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ച കാറുകളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ നോക്ക് നിറയെ അതിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. നിറയെ ഹോട്ട് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ബോർഡ് ഗെയിം ഉണ്ട്, മോണോപോളി ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധം ബോർഡ് ഗെയിംസും ഉണ്ട്. അപ്പോൾ ഇത് അവഞ്ചേഴ്സിന്റെ കാർഡ്സ് ഒക്കെ ഉണ്ട്. ഇത് 1000 രൂപ. ഇതിന് മിക്കവാറും നമ്മൾ എടുക്കും. ഇവിടെ ഇതൊക്കെ അങ്ങനെ ഭംഗിക്ക് വേണ്ടിയും വെച്ചിട്ടുണ്ട് പലതും. ഇതാ ഗ്രീൻ ലാൻഡേൺ ഉണ്ട്, സൂപ്പർമാൻ 2 ഉണ്ട്, ഹൾക്ക് ഉണ്ട്, ബാറ്റ്മാൻ്റെ അൾട്രോണും താനോസ് ഒക്കെ ഉണ്ട്. ഡൈകാസ്റ്റ് കാറുകളുണ്ട്. ഇവിടെ ആക്ഷൻ ഫിഗേഴ്സ് സ്പൈഡർമാൻ്റെ അങ്ങനത്തെ ആയിട്ടുള്ളുണ്ട്. പിന്നെ ഇതാ മിസ് മാർവൽ ഉണ്ട്, ബ്ലാക്ക് പാന്തർ അപ്പുറത്ത് ചെറുത്, നാനോ ഗോൺലെറ്റ്, ഇൻഫിനിറ്റി ഗോൺലെറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. രാക്ഷസനായി മാറിയ താനോസ്, ഇമെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കണ്ട അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ സോൾജേഴ്സിൻ്റെ പാക്കറ്റ് ഇതുണ്ട്. സെക്ഷനിൽ ഇതാ ലേഡി ബഗ്, ഇങ്ങനെ തുമ്പി, ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ കടകളും നോക്കിയിട്ട് നമ്മൾ ഇതിൽ എന്താ പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നുള്ളൂ. ഇവിടെ ചോട്ടാ ഭീമിൻ്റെ ആക്ഷൻ ഫിഗർ, മാസ്ക്, ബ്ലാക്ക് പാന്തറിന്റെ മാസ്ക് ഒക്കെ ഉണ്ട്. സാധനം തല്ലിപ്പോൾ ഇത് ഭയങ്കര ചെറുത്. എനിക്കതിനെ വെട്ടി തന്നെ നല്ല വേദന. ആൾക്കറിയാനേ ഉപകാരമുള്ളൂ പൊട്ട മാസ്ക്. പക്ഷെ അത് ഇവിടുത്തെ ആൾക്കാരെടുത്ത് തന്നെ തല്ലിയുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ലെങ്കിലും അവിടെ പൈസ പറ്റിക്കേണ്ട കുറേ സംഗതികൾ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. നല്ല ഭംഗിയുള്ള അടിപൊളി പ്യൂമൻ്റും സ്കെച്ചേഴ്സിനും അഡിദാസിനും പറഞ്ഞ പോലെ അടിപൊളി ഷൂകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഷൂസൊക്കെ അടിപൊളി തന്നെയാണ് ഗൈസ്. തല്ലിപ്പൊളിയല്ല, അടിപൊളി പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. ബന്ധത്തിന് വെച്ച് അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ ക്രോസ് ബോർഡ് എന്നുള്ള ഒരു ബുക്ക് കടയിൽ വന്നിരിക്കുകയാണ്. 1000 അങ്ങനെ എല്ലാ ബുക്കും. താനോസിന്റെ ഹാമർ, പിന്നെ ഇത് നോയലേട്ടൻ ഓർഡർ ചെയ്ത ഹാമർ. നോയിൽ കണ്ടവർക്ക് ഇത് അറിയുന്നുണ്ടാവും.
മാർവലിന്റെ എൻസൈക്ലോപീഡിയ ആണ് ഗൈസ്. നല്ല കോസ്റ്റ്ലി ആണ് ഇത്. നല്ല പൈസ ഉണ്ട്. എൻസൈക്ലോപീഡിയ ആണ് ഇത്. എല്ലാ വിവരവും ഉണ്ടാവും. ഇത് മാർവലിന്റെ വിവരം ഇല്ലാത്തവർക്ക് ഇത് വായിച്ചാൽ മതി. ബുക്കാണ് എൻസൈക്ലോപീഡിയൻ ഡൈനോസറിന്റെ ബെന്യാമിന്റെ ഇങ്ങനെ എല്ലാ ബുക്സും ഉണ്ട്. നമ്മളപ്പോ ഇവിടുത്തെ ഇതിനുള്ളത്തെ തിയേറ്ററിൽ സിനിമ ഏതാ നോക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഇനി ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടവർ ഒരു ഐഫോൺ വാങ്ങി അയച്ചു തരിക. അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ട്. കുങ്ഫു പാൻഡ, ബുദ്ധൻ ഒക്കെ ഉണ്ട്. ഈ ഹൾക്ക് നല്ല മാസല്ല, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും സാധനം അടിപൊളി കലിപ്പൊളി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നത് 2 സോൾജേഴ്സിന്റെ സ്റ്റാച്യു. ഇതൊരു ഇങ്ങനെ ഒരു കല്ലിന്റെ സ്റ്റാച്യു ഉണ്ടാ ഗൈസ്. ഇതെല്ലാം ഉണ്ട്, അടിപൊളിയുണ്ട്. പലതും ഇങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗൺ, ഡൈനോസർ, ഇതൊക്കെ ബാറ്ററിയിൽ വർക്കാണ് സാധനങ്ങളാ. ഇതൊക്കെ മാസ്ക് ഉണ്ട്, ലൂസ് ആയിട്ടുണ്ട്. ബാക്ക് മറിയാത്ത മാസ്ക് ഗൈസ്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു പ്രാവശ്യം ഒരാൾക്ക് മാത്രം കയറാൻ പറ്റും. കുതിരൻ്റെ സെറ്റ് ഒരുപാട് പറയണ്ട, പറഞ്ഞാൽ കേൾക്കൂല, അത്രയും സൗണ്ട് ഉണ്ട് ഇവിടെ. 3D 10 മറി കണ്ടത്. നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ പോണി കുതിരയില കയറാൻ പോണി. ഇതൊരു കാർ റേസിംഗ് ആണ് ഗായ്സ്. ഇതൊരു കാർ റേസിംഗ് ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും അത് കാണണം. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ബട്ടൺ FF എന്ന് എഴുതിയിട്ട് സ്റ്റിയറിങ്, റെഡ് ലൈറ്റ്, റെഡും ബ്രൗൺ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇതാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള കാറ്. ഇതാ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരും. 2 സ്ക്രീനും കാര്യങ്ങളൊക്കെ. ഇതാ ഈ ജീപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതാ റേസ് ഇവിടെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഹോങ്കോങ് ആണ് ഇതിൽ കാണിക്കുന്ന സ്ഥലം. ഇതാണ് KFCന്റെ റിഫ്ലക്ഷൻ. അപ്പോൾ ഫുൾ വീഡിയോ ഇതിലുണ്ട്, എല്ലാവരും കാണണം. റേസ് തുടങ്ങിയൊക്കെയാണ്. ജീപ്പ് തിരിഞ്ഞു. ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തിരിക്കട്ടെ, തിരിയട്ടെ, തിരി എല്ലാം പോയി വൈബ്. നമ്മള് ഗൈസ് ഇതിൽ കയറാൻ പോണത് ഇപ്പൊ നമ്മളൊന്ന് റീചാർജ് കയറുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ച് തുടങ്ങണേ. ഗൈസ് നമ്മൾ അതിനുള്ള റീചാർജ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ കയറാൻ പോണ്. വള്ളക്കാരൻ്റെ മാസ്ക് അല്ല, കണ്ണിൻ്റെ അവിടെ മാസ്ക് ഇട്. 4 സീറ്റ് ബെൽറ്റ് ഒക്കെ. അപ്പൊ ഗൈസ് ഇത് അടിപൊളി. മൊത്തം ഇവിടുത്തെ ലുലു മോളത്തെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കാണുക. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പൊളിച്ചേരി ഇവിടുന്ന് മൊത്തം ഷെയ്ക്കാവുന്ന ഒരു റൈഡാണ്. വള്ളക്കാരൻ്റെ മാസ്ക് ഗായ്സ്. അപ്പോൾ അത് തുടങ്ങും ഗായ്സ്. അത് തുടങ്ങി. ഈ TV നോക്കിയാൽ നമ്മൾക്ക് കളിക്കുന്നതൊക്കെ കാണാൻ നമുക്കല്ലേ ബാക്കിയുള്ളവർക്ക്. തുടങ്ങി. ഇതാണ്
താഴേക്ക് പൊന്തി 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 എൻ്റെ മോനെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഫോണ് കയ്യിൽ നിന്ന് വീണാൽ പണി കിട്ടും. പക്ഷെ വ്യൂ ഒക്കെ അടിപൊളി വ്യൂ തന്നെ. ഈ ട്രിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുള്ള ഫുഡ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് നിങ്ങളെല്ലാവരും ഫുഡ് കാണണം. അപ്പോൾ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ റൈഡാണ്, കുറച്ചധികം നേരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഒക്കത്തിനും ഒട്ടുക്കത്തെ റേറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ബേൽപൂരിയും പാനിപൂരിയും ഒക്കെ ഓർഡർ ചെയ്തിട്ട് പെപ്സി ഒക്കെ നമ്മൾ വാങ്ങി അപ്പോൾ കുടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ കൈലാഷ് പർബത് ചാട്സി ഡൈനിങ് എന്നുള്ള കടയിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 1952 ഇവർ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. 5 മിനിറ്റ് ഫുഡൊക്കെ 5 മിനിറ്റോടെ വരുന്ന പ്രകാരം നമ്മൾക്കിവിടെ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബില്ല്. നമ്മൾ 2 ഡിസ്പോസിബിൾ സ്പൂൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിൾക്ക് പോണ്. ഈ ബേൽപൂരിയും അടിപൊളിയുണ്ട് ഗൈസ്. ഇത് വയറിന് ലേശം പണി തരുന്ന സാധനമായ പോലെ ഉണ്ട് ഗൈസ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് പോണ്. പിന്നെ ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഐഫോണിൻ്റെ ഒക്കെ കട, നല്ല സെറ്റപ്പ് ആണ്. നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഇവിടെ മിനിയേച്ചർ കാർ ഉണ്ടോ നോക്കാനാണ് വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ ഇങ്ങനെ തിന്നണ സാധനങ്ങളും ആവശ്യമുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇങ്ങനെ എല്ലാ മുട്ടായികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. മിൽക്കി ബാർ ചൂ, മഞ്ചിൻ്റെ ബൈറ്റ്സ് എഴുതി മഞ്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ബൗണ്ടി ട്വിക്സ്, പാക്കറ്റുള്ള മാർസ്, പിന്നെ മിനീസ് കൊണ്ട് സ്നിക്കേഴ്സ്, ഇങ്ങനത്തെ എല്ലാ മുട്ടായിൻ്റെയും ഗാലക്സീൻ്റെ മിനീൻ്റെ പാക്കറ്റ്, അതിൻ്റെ പാക്കറ്റ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇതിലുണ്ടാവും. പിന്നെ ഗൈസ് ഇവിടെ കിറ്റ്കാറ്റ് ഉണ്ട്. കിറ്റ്കാറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റും കാര്യങ്ങളും ഇങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈ ഡയറി മിൽക്കിന് വേണ്ടിയാണ് ഇവിടെ തർക്കം, ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണ്. ഇവിടെ പ്രിങ്കിൾസും എല്ലാതും ഉണ്ട്. വലിയ പാക്കറ്റ് അയാം നോയിലേറ്റൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഈ കാണുന്നൊക്കെ ട്രൈ ചെയ്യണതായിരിക്കും. ഒരു ടാങ്കോ സ്ക്വാഷോ അങ്ങനെ എന്താ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. പാക്കറ്റ് മുട്ടായി ഇവിടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു സ്പ്രേ ആണ്. നമ്മളൊരു സ്പ്രേ വാങ്ങാൻ പോണ്, അല്ലെങ്കിൽ പൗഡർ ഇങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ബില്ല് ചെയ്ത് നമ്മൾ പുറത്ത് കിടക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ബില്ലിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ബില്ല് നമ്മൾ പുറത്ത് കിടക്കും. നമ്മൾ ലാസ്റ്റ് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകും. ഇത് അവസാനമായിട്ട് ഇത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലൊരു കാറും പിന്നെ ഈ അവഞ്ചേഴ്സിൻ്റെ ഗെയിമും എടുത്തിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിലിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മേളയിൽ അവസാനമായിട്ട് വന്നിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ പോകാറുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത നോട്ടിഫിക്കേഷനായിട്ട് എല്ലാ വീഡിയോസും ഫോണിലോട്ട് വരുന്നതായിരിക്കും. ഗൈസ്.